മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 20-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് തമിഴ് റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഇതയം മുരളി. സ്വന്തം പ്രണയം തുറന്നു പറയാൻ പഠിക്കുന്ന ഒരു യുവാവിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അഥർവ, ഫഹദ് ഫാസിൽ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇവരെ കൂടാതെ പ്രീതി മുകുന്ദൻ, കയാതു ലോഹർ, മാളവിക മോഹനൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ മൂവിയുടെ ബഡ്ജറ്റ് വരുന്നത് ഏകദേശം 26 കോടി രൂപയാണ്. എന്നാൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഏകദേശം 20 കോടി രൂപയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് 7 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് കോമഡി ക്രൈം ഡ്രാമ ഫിലിമാണ് കോൺസിറ്റി. 2026 ജൂൺ മാസം 26-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അർജുൻ ദാസ്, അന്നാബൻ, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഹാരിഷ് ദുരൈരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ചെറിയ തട്ടിപ്പുകൾ നടത്തി ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിന്റെ കഥയാണ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 24 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം കോമഡി എന്റർടൈൻമെന്റ് മൂവിയാണ് ട്രിപ്പിൾ ഡെക്കർ. മനോരമ മാക്സിലൂടെ ഡയറക്റ്റ് OTT-യിൽ റിലീസ് ചെയ്യാനൊരുങ്ങുന്ന ഈ സിനിമയിൽ 3 യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇവർ കടക്കണിൽപ്പെടുന്നതും അതിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. കൃഷ്ണനുണ്ണി മംഗലത്ത് സംവിധാനം ചെയ്ത സിനിമ മനോരമ മാക്സിലൂടെ അടുത്ത് തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പ്രൊട്ടക്ടർ. മുൻപ് മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന നിക്കി തന്റെ അക്രമാസക്തമായ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് മകൾക്കൊപ്പം സമാധാനപരമായ ഒരു ജീവിതം നയിക്കുന്നതിനിടയിൽ നിക്കിയുടെ മകളെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോവുകയും നിക്കി മകളെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. അഡ്രിയാൻ ഗ്രൺബർഗ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് പ്ലേ ആണ്. ജൂലൈ മാസം 24 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തായ് ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ ഡെപ്റ്റ് കളക്ടർ. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 23 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലും OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് എലീസ് ഷാഡോ ഓഫ് എ വുമൺ. ബ്രസീലിൽ നടന്നൊരു യഥാർത്ഥ ക്രൂരമായ ഒരു കൊലപാതകത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ബ്രസീലിനെ നടുക്കിയ എലീസ് മാസ്തുനാഗ എന്ന സ്ത്രീയുടെ ജീവിതവും അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 22 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ട്രൂ ക്രൈം ഡോക്യുമെന്ററി മൂവിയാണ് എ ടോക്സിക് ലവ് സ്റ്റോറി. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 22 മുതൽ ഇംഗ്ലീഷ് കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്തൊരു ബോളിവുഡ് കോമഡി ചിത്രമാണ് വെൽക്കം ടു ദി ജംഗിൾ. അക്ഷയ് കുമാർ, സാക്കിർ ഹുസൈൻ, അർഷാദ് വാർസി, സുനിൽ ഷെട്ടി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പ്രശസ്ത കോമഡി ഫ്രാഞ്ചൈസിയായ വെൽക്കം പരമ്പരയിലെ 3ാമത്തെ ചിത്രമാണിത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാളം മൂവിയാണ് പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസിനെ കൂടാതെ കയാതു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ്, സുധീർ കരമന എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവിലൂടെ ജൂലൈ മാസം 24 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ഗാട്ടാ ഗുസ്തി 2. 2022 പുറത്തിറങ്ങിയ ഗാട്ടാ ഗുസ്തി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാലും ഐശ്വര്യലക്ഷ്മിയുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു കുടുംബത്തിലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിലെ രസകരമായ പ്രശ്നങ്ങളുമാണ് സിനിമയുടെ പ്രധാന കാതൽ. ഈ സ്പോർട്സ് കോമഡി ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം ആദ്യവാരമോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം പകുതിക്ക് OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു മലയാളം സൈക്കോളജിക്കൽ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബാലൻ. ചിദംബരത്തിൽ സംവിധാനത്തിൽ തുടങ്ങി വളരെയധികം പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ബാലൻ. മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സിനിമ തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത്. കാണാതായ അമ്മയെ തേടിയുള്ള ഒരു കൗമാരക്കാരന്റെ ജീവിതകഥയാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ടോവിനോ തോമസ്, ജീൻ പോൾ ലാൽ, അഭിരാം രാധാകൃഷ്ണൻ, ഗിരീഷ് എഡി എന്നിങ്ങനെയുള്ളൊരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി ഇതിനോടകം തന്നെ ഇടം പിടിച്ച ബാലന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 31 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ലെനിൻ. അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോഷ്സെ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ റൂറൽ ആക്ഷൻ ഡ്രാമ ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് കിഷോർ അംബുരിയാണ്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 14 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.